അല്ല സാറേ, ആഹാരമൊക്കെ എല്ലാം കഴിക്കാം. പക്ഷെ ഉപ്പും എണ്ണയിൽ വറുത്ത സാധനങ്ങളും അധികം കഴിക്കണ്ട. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറെ. നന്ദി പറയേണ്ടത് എന്നോടല്ല, ദൈവത്തോടാ. മിറാക്കിളല്ലേ സംഭവിച്ചത്. ഇപ്പൊ നമ്മള് പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ ശ്രീലക്ഷ്മി സുഖം പ്രാപിച്ചു. അതിന്റെ കാരണം നിങ്ങൾ എല്ലാവരും ശ്രീലക്ഷ്മിക്ക് കൊടുത്ത പ്രത്യേക കെയർ തന്നെയാണ്. ഞങ്ങളല്ല ഡോക്ടറെ, ശരിക്കും രവി സാറിന് സാമീപ്യം തന്നെയാ അതിന് കാരണം. സാറ് മോളുടെ അടുത്ത് സദാസമയം ഉണ്ടായിരുന്നു. ഞങ്ങള് പോലും മോളെ ഇങ്ങനെ നോക്കിയിട്ടില്ല. അതെ ഡോക്ടറെ, രവി സാർ അത്രയ്ക്ക് കാര്യമായിട്ടാ മോളെ നോക്കിയത്. ഇത്രയും നല്ലൊരു ഹസ്ബൻഡിനെ കിട്ടിയത് ശ്രീലക്ഷ്മിയുടെ ഭാഗ്യം. സർ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഏത് സമയത്ത് എന്നെ വിളിച്ചാൽ മതി. ഓ, താങ്ക് യു. ശരി. രാജാറാം, ഡോക്ടർ പ്ലീസ്. സാർ, മോൾ ഇത്രയും പെട്ടെന്ന് സുഖാവുന്ന ഞങ്ങളും കരുതിയില്ല. ഡോക്ടർ എന്ന മരുന്നിനേക്കാളും സാറ് നൽകിയ സ്നേഹമാണ് മോളെ നമുക്ക് തിരിച്ചു കിട്ടിയത്. അയ്യോ, ശ്രീലക്ഷ്മിയുടെ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? ഞാനെന്തോ വലിയ കാര്യം ചെയ്ത പോലാണല്ലോ. ശ്രീലക്ഷ്മി എന്റെ ഭാര്യയാണ്. ഭാര്യയെ ശുശ്രൂഷിക്കുക എന്നുള്ളത് ഭർത്താവിന്റെ കടമയല്ലേ? ഞാനത് ചെയ്തു, അത്രേ ഉള്ളൂ. സാറിന് ഞങ്ങൾക്ക് കിട്ടിയതും മോൾക്ക് ജീവൻ തിരിച്ചു കിട്ടിയതും എല്ലാം കരിക്കോത്തിയമ്മയുടെ അനുഗ്രഹ. ആന്റി പറഞ്ഞത് നേരാ. ശ്രീലക്ഷ്മി കാരണം സാറിനെ പോലെ ഒരാളെ ഈ നീരേറ്റ് കോളനിയിൽ കിട്ടിയില്ലേ? അപ്പോ ഞങ്ങളും ഭാഗ്യമുള്ളവരാ. ശരിയപ്പോ ഞാൻ പോയിട്ട് വരാം. ശ്രീയുടെ കാര്യം അറിയാൻ ദീപു അവിടെ കാത്തിരിക്കുകയാണ്. ശ്രീലക്ഷ്മി, ഡോക്ടർ പറഞ്ഞത് കേട്ടല്ലോ. വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടരുത്. നന്നായിട്ട് റെസ്റ്റ് എടുക്കണം. എനിക്ക് കുറച്ച് പണിയുണ്ട്. പോയിട്ട് ഞാൻ വൈകിട്ട് വരാം. അയ്യോ, സാറ് പോവാണോ? അതെ സരോജമ്മേ, എത്ര ദിവസമാണ് രാജാറാമൻ സാൻഡ്രയും കൂടെ ഓഫീസ് മാനേജ് ചെയ്യുന്നത്. ഞാൻ ഓഫീസിൽ പോയി തുടങ്ങിയ അവർക്കൊരു ആശ്വാസവും. കുറെ പെൻഡിങ് ജോലികൾ ചെയ്തു തീർക്കാനുണ്ട്. ശ്രീലക്ഷ്മി ഇനി സരോജാമ്മയും ശ്രീലക്ഷ്മിയുടെ അച്ഛനും വേണം നോക്കാൻ. സമയത്തിന് ആഹാരവും ടാബ്ലറ്റ്സും കൊടുക്കാൻ മറക്കണ്ട. ടിവിയും മൊബൈലും അധിക സമയം നോക്കാൻ സമ്മതിക്കണ്ട. അതുപോലെ തന്നെ ഐസ്ക്രീമും ജങ്ക് ഫുഡും ഒന്നും കഴിക്കാൻ അനുവദിക്കണ്ട. നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ ശ്രദ്ധിക്കണം. എന്താ രവി, സ്വന്തം മകളെ എങ്ങനെ നോക്കണമെന്ന് അച്ഛനമ്മമാരെ പഠിപ്പിച്ചു കൊടുക്കണോ? അതൊക്കെ അവർ നോക്കിക്കോളൂ. അയ്യോ രാജാവ് സാറേ, ശ്രീ ഇപ്പൊ ഞങ്ങളുടെ മോള് മാത്രമല്ലല്ലോ, സാറിന്റെ ഭാര്യ കൂടിയല്ലേ. അതാണ് ഇത്രയും ശ്രദ്ധ. ഓ സാറേ, സാറ് സമാധാനായിട്ട് പോയിട്ട് വാ. ശ്രീയെ കുറിച്ച് ഒരു ടെൻഷനും വേണ്ട. ശരി സാർ. ശ്രീലക്ഷ്മി, ഞാൻ വിളിക്കാം. സർ, നാളെ മുതൽ ഞാൻ ഓഫീസിലേക്ക് വരട്ടെ? ഇപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. എന്താ ശ്രീലക്ഷ്മി, ഡോക്ടർ പറഞ്ഞു താൻ ആദ്യം കേട്ടതല്ലേ? റെസ്റ്റ് എടുക്കണ്ടേ? ആദ്യം ഡോക്ടർ പറഞ്ഞത് പേഷ്യന്റ് അനുസരിക്കണം, എന്നാലേ ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലമുണ്ടാവും. ഇനി അഥവാ തനിക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കൃഷ്ണയും ദീപുമായിട്ട് സംസാരിക്കും. ഓക്കെ? ശരി സർ. ഗുഡ് ഗേൾ, ടേക്ക് കെയർ. അപ്പോ ഞങ്ങൾ ഇറങ്ങാം. ആയിക്കോട്ടെ. വേണ്ട വേണ്ട, ഞങ്ങൾ പോയിക്കോളാം. ശ്രീലക്ഷ്മിയുടെ അടുത്തിരുന്നു. കൂടുതൽ പുകഴ്ത്തണ്ട. ഇതൊന്നും ലോകത്താരും ചെയ്യാത്ത കാര്യങ്ങളൊന്നുമല്ല. ഞാൻ എന്റെ കടമ ചെയ്തു. ദാറ്റ്സ് ഓൾ. എന്റെ രവി സ്നേഹിക്കുന്നവരെ കൈവിടില്ല.
ശ്രീലക്ഷ്മി ഭാഗ്യവതിയാ. രവി, നിന്നെ ഇങ്ങനെ കാണുമ്പോ മനസ്സിന് എന്തൊരു സന്തോഷമാണെന്നോ. പക്ഷേ ഏത് പ്രശ്നങ്ങളെയും ധൈര്യത്തോടെ നേരിടുന്ന നീ ഒരു നിമിഷം എല്ലാ മനോധൈര്യവും നഷ്ടപ്പെട്ട് ആ മുറിയുടെ ഇരുട്ടിലേക്ക് വീണ്ടും പോയതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. രാജാറാം എല്ലാം എന്നോട് പറഞ്ഞു. അമ്മ, അപ്പോഴത്തെ സാഹചര്യം അങ്ങനെയായിരുന്നു. എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ഞാൻ എന്തൊക്കെ ചെയ്യുന്നതെന്ന്. ശ്രീലക്ഷ്മി ഇനി എന്നോടൊപ്പം ഉണ്ടാകില്ല. അവളുടെ ശബ്ദം ഇനി എനിക്ക് കേൾക്കാൻ കഴിയില്ല. അവളെ ഒരിക്കലും ഇനി എനിക്ക് കാണാൻ കഴിയില്ല. അത്തരം ചിന്തകളൊക്കെ എന്റെ മനസ്സിനെ വല്ലാതെ തളർത്തിക്കളഞ്ഞമ്മേ. തളർത്തിയിരിക്കാം രവി. കാരണം ശ്രീലക്ഷ്മി നിനക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവളാണെന്ന് എനിക്കറിയാം. അവൾ വിട്ടുപോകുമോ എന്നുള്ള ഭയം. പക്ഷേ ആ ചിന്തകളിൽ നീ എടുത്ത തീരുമാനം തെറ്റായിരുന്നുവെന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ഏതൊരവസ്ഥയോടും പൊരുത്തപ്പെടാൻ മനസ്സിനെ പാകപ്പെടുത്തിയാൽ പിന്നെ ഈ ലോകത്ത് മറ്റൊരു ശക്തിക്കും നമ്മുടെ സന്തോഷത്തെ തല്ലിക്കെടുത്താൻ കഴിയില്ല. തെറ്റായ തീരുമാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ഐ എം സോറി അമ്മ. വിഷമങ്ങളൊന്നും സഹിക്കാനാകാതെ വന്നപ്പോ ഞാൻ അറിയാതെ ചെയ്തു പോയത്. അത് നിങ്ങളെല്ലാം വിഷമിപ്പിക്കുമെന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചില്ല. അതിന് ക്ഷമ ചോദിക്കുകയല്ല വേണ്ടത്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അങ്ങനൊരു തീരുമാനം എടുക്കില്ലെന്ന് നീ എനിക്ക് സത്യം ചെയ്തു തരണം. ഇനി ഒരിക്കലും സങ്കടം മറക്കാൻ ആ മുറിയിലെ ഇരുട്ടിൽ അഭയം തേടില്ല എന്നും എന്റെ തലയിൽ തൊട്ട് സത്യം ചെയ്യണം നീ. അമ്മ, ജീവിതം എല്ലായ്പ്പോഴും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. സഞ്ചരിക്കുന്ന വഴികളിൽ കല്ലും മുള്ളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാവും. വിധിയെ മാറ്റിമറിക്കാൻ ഒരാൾക്കും കഴിയില്ല. സഹിക്കാനാകാത്ത വിഷമങ്ങൾ വരുമ്പോ നമ്മൾ അറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. ജീവിതത്തിനും മരണത്തിനും ഇടയ്ക്കുള്ള കുറച്ച് സെക്കൻഡുകൾ, അതിൽ ഒരു സെക്കൻഡിലുണ്ടാകുന്ന ഒരു ശബ്ദം മതി നമ്മളുടെ തീരുമാനത്തെ മാറ്റിമറിക്കാൻ. രവി, ഞാനൊരു സാധാരണ മനുഷ്യനാണ് അമ്മ. ഇനി ഞാൻ അങ്ങനെ ഒന്നും ചിന്തിക്കാതിരിക്കാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം. ശരി. മതി കൃഷ്ണൻ. അതെന്താ? വേണ്ടാത്തോണ്ടാ. രവി സാറ് തന്നാലേ നീ കഴിക്കൂ. സാറ് തരുമ്പോ വേണ്ടാന്നൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ലല്ലോ. ചിരിക്കണ്ട. ഇത് മുഴുവനും കഴിച്ച് ടാബ്ലറ്റും കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അങ്കിളും ആന്റി പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. പിന്നെ വലിയ ജാട കാണിച്ചാലേ രവി സാറിനെ ഇപ്പൊ തന്നെ ദീപ. ഈശ്വരിയമ്മ ഒന്നിവിടം വരെ വന്നിരുന്നെങ്കിലെന്ന് ഞാൻ മനസ്സിലോർത്തു. ആ മനസ്സ് ഞാൻ കണ്ടെന്ന് കൂട്ടിക്കോളൂ. എനിക്ക് ചിലത് അറിയാനുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും രവിക്കും ശ്രീലക്ഷ്മിക്കും ഒരുമിച്ച് ഈ വീട്ടിൽ വന്ന് കയറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്തൊക്കെയോ തടസ്സങ്ങളാണ്.
ശാന്തി മുഹൂർത്തം ഇനിയും വൈകിയാൽ നല്ലതല്ലെന്ന ജോത്സ്യര് പറഞ്ഞിരിക്കുന്നു. പൗർണമി ദിവസത്തിൽ നിങ്ങളുടെ മകനും ഭാര്യയും ഭാര്യാഭർത്തൃബന്ധത്തിലേക്ക് പ്രവേശിക്കണം. അതായത് ഇന്നത്തെ സൂര്യാസ്തമയം കഴിഞ്ഞാൽ പൗർണമി ദിവസമായ നാളത്തെ സൂര്യാസ്തമനത്തിൽ ശാന്തി മുഹൂർത്തം നടന്നിരിക്കണം. പല പല തടസ്സങ്ങളാൽ ഇനിയും നീണ്ടുപോകാൻ അനുവദിച്ചുകൂടാ. സതീദേവി പാർവതിയായി പുനർജനിക്കും വരെ തപസ് ചെയ്ത മഹാദേവനെ പോലെ അവിടുത്തെ മകൻ 20 വർഷങ്ങൾ തന്റെ പത്നിയെ കാത്തിരുന്നു കഴിഞ്ഞു. ഇനിയും കാലതാമസമുണ്ടായാൽ മാനസിക അസ്വസ്ഥതകൾ ഉണ്ടാകും. കുടുംബകലഹത്തിനും അതുമൂലം മനക്ലേശത്തിനും അത് കാരണമായി തീരും. പക്ഷേ ഈശ്വരിയമ്മേ, ശ്രീലക്ഷ്മിയോട് ഡോക്ടർ പറഞ്ഞത് അധികം യാത്ര ചെയ്യാതെ വിശ്രമിക്കാനാണ്. വയ്യാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വന്തം വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് മാറുമ്പോൾ അവൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരു പേടിയുമുണ്ട്. ഈ ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഈ വീട്ടിലേക്ക് വരേണ്ടവൾ ഇവിടെ തന്നെ വന്നെത്തും. ശരീരം മാത്രം അവിടെയും ആത്മാവ് കുടിയിരിക്കുന്നത് ഇവിടെയുമാകുമ്പോൾ മറ്റ് തടസ്സങ്ങളൊന്നും മുഖവിലക്കെടുക്കേണ്ട കാര്യമില്ല. എത്രയും വൈകാതെ ഒന്നാകേണ്ടവർ ഒന്നായി തീരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക. ബാക്കിയെല്ലാം ഈശ്വര സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. പ്രകാശം പരത്തുന്ന വിളക്കുമായി മഹാലക്ഷ്മിയെപ്പോലെ ഈ വീടിന്റെ പടികടന്നവൾ വരണം. എന്നാലേ ഈ പുനർജന്മം കൊണ്ടുള്ള കാത്തിരിപ്പിന് ഫലമുണ്ടാകൂ. ആ കർമ്മത്തിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊള്ളുക. തടസ്സങ്ങൾ ഉണ്ടാകാതെ സർവേശ്വരൻ നോക്കിക്കൊള്ളും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ മഹാമായി, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ, അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മരുന്നെടുക്കാൻ സമയമായല്ലോ. ശ്രീരച്ച, ശ്രീരച്ച, ഒന്ന് എഴുന്നേറ്റ് വന്നേ, വരാൻ. ശ്രീലക്ഷ്മി എന്നിട്ട് ശ്രീലക്ഷ്മി ഇങ്ങോട്ട് വാ. ശ്രീലക്ഷ്മി എന്നിട്ട് മരുന്ന് കഴിക്കുന്നു. കഴിച്ചേ. നിൽക്കണം. തൂഫാനായക വരാൻ പോകുന്ന കൊടുങ്കാറ്റിലും അതുമൂലമുണ്ടാകുന്ന പ്രളയത്തിലും നീ മുങ്ങിപ്പോകാതിരിക്കാൻ പ്രാർത്ഥനയല്ലാതെ ഈ ലോകത്ത് മറ്റൊന്നിനും സാധ്യമല്ല എന്ന് നീ ഓർക്കുക. തൂഫാനായക, കൊടുങ്കാറ്റ് വരാൻ പോകുന്നതേയുള്ളൂ. ആ കൊടുങ്കാറ്റിൽ കാലിടറാതെ പതറാതെ ആത്മധൈര്യത്തോടെ നീങ്ങിയാൽ വിജയം നിശ്ചയം.
തൂഫാനായക, തൂഫാനായക. ഇതെന്റെ വയറ്റിപ്പിഴപ്പിനായി പറയുന്നതല്ല. മുകളിലുള്ളവന്റെ അടയാളങ്ങൾ കാട്ടിത്തരാൻ വന്നവനാണ് ഞാൻ. തൂഫാനായക, 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 തൂഫാനായക. സരോജം, ആ ഫോണൊന്നും എടുത്ത് ആരാണെന്ന് നോക്കിയേ. ഞാൻ ഈ കണക്കൊന്ന് നോക്കട്ടെ. അച്ഛനടുത്ത് നോക്കിയാലെന്താ? ഞാനിവിടെ ഓരോ ജോലി ചെയ്തോണ്ടിരിക്കല്ലേ. ആ, വന്നിപ്പോ അനുസരണ ഇല്ലാതായല്ലേ. ഹലോ, ആരാ? ഞാനാ സരോജം, ഗായത്രി ദേവി. അയ്യോ, അമ്മയായിരുന്നോ? ഇതേ മോളുടെ അച്ഛന്റെ ഫോണായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടിയില്ല. ക്ഷമിക്കണേ അമ്മേ. അമ്മേ, സുഖല്ലേ? ആ, സുഖം. സരോജത്തിന് സുഖമല്ലേ? ആ, സുഖാണമ്മേ. ശ്രീലക്ഷ്മിക്ക് എങ്ങനെ? ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സുഖായിട്ടിരിക്കുന്നു. ഡോക്ടർ വന്ന് നോക്കിയ കാര്യം സാറ് പറഞ്ഞറിഞ്ഞു കാണുമല്ലോ. ആ, അറിഞ്ഞു. അതെ, ഞാനൊരു കാര്യം പറയാനാ ഇപ്പൊ വിളിച്ചത്. പറഞ്ഞോളൂ അമ്മേ. ശ്രീലക്ഷ്മിയെ ഇന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന് വിചാരിക്കുന്നു. ഞാൻ ജോത്സ്യനെ കൊണ്ട് സമയം നോക്കിപ്പിച്ചു. ഇന്ന് 4:30-ക്ക് ശേഷം നല്ല സമയമാണെന്നാ ജോത്സ്യര് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ തറവാട്ടിലൊക്കെ ശാന്തി മുഹൂർത്തത്തിന് സമയം നോക്കാറുണ്ട്. അതുകൊണ്ട് അത് ഞാൻ ജോത്സ്യനെ കൊണ്ട് നോക്കിപ്പിച്ചു. ശാന്തി മുഹൂർത്തത്തിന് നാളെ നല്ല സമയമാണെന്നാ ജോത്സ്യൻ പറഞ്ഞത്. ഇന്ന് ശ്രീലക്ഷ്മി ഇങ്ങോട്ട് അയക്കാൻ അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ് ഇല്ലമ്മേ, എപ്പോഴായാലും അവൾ അവിടെ വരേണ്ടതല്ലേ. അത് ശരിയാ. എന്നാലും നിങ്ങളുടെ അഭിപ്രായം കൂടി ചോദിക്കണമല്ലോ. സുദർശനോടും കൂടി ചോദിക്കൂ. മോളുടെ അച്ഛൻ ഇവിടെ അടുത്ത് തന്നെയുണ്ട്, ഞാൻ കൊടുക്കാം. ശ്രീടച്ച, രവിസാറിന്റെ അമ്മയാ. മോളെ ഇന്ന് വൈകുന്നേരം കൂട്ടിക്കൊണ്ട് പോയിക്കോട്ടെ എന്ന് ചോദിക്കാനാ വിളിച്ചത്. ആ, നമസ്കാരം അമ്മ. നമസ്കാരം സുദർശൻ. സരോജിനിയമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണുമല്ലോ. ആ, പറഞ്ഞു. ശ്രീലക്ഷ്മിയെ ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണമെന്ന് വിചാരിക്കുന്നു. അവിടെ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല അമ്മേ. മോൾക്കിപ്പോ ഒരു കുഴപ്പമില്ല. ശരിയപ്പോ മോളെ കൂട്ടിക്കൊണ്ടുവരാൻ രവി അങ്ങോട്ട് വരും. ആയിക്കോട്ടെ അമ്മേ. എന്താ ശ്രീടച്ച, എന്തു പറ്റി? മുഖം വല്ലാതിരിക്കുന്നല്ലോ. ഏയ്, ഒന്നുമില്ല സരോജം. എനിക്ക് മനസ്സിലായി, മോള് പോകുന്ന വിഷമല്ലേ. അവൾ അവിടെ സന്തോഷത്തോടെ കഴിയും. അത് പോരെ നമുക്ക്? നീ ഒരു ചായ എടുക്ക്. ഇപ്പൊ കൊണ്ടുവരാം. മാത്രമല്ല, ഇനി നടക്കാൻ പോകുന്ന ശുഭകാര്യങ്ങൾക്ക് സാന്ദ്ര കൂടി ഉണ്ടാവുന്നത് നല്ലതാ. ശ്രീലക്ഷ്മി ഈ വീട്ടിലേക്ക് വലതുകാല് വെച്ച് കേറുമ്പോ അതിന് സാക്ഷിയായി സാന്ദ്രയും ഉണ്ടാവണം. അതെ, ഇനി കൂടുതൽ ഒന്നും ആലോചിക്കണ്ട മോള്. കുറച്ചു ദിവസം കൂടി ഓഫീസ് കാര്യങ്ങളിൽ നിന്ന് മോളെ ഒഴിവാക്കാൻ ഞാൻ രാജാറാമിനോടും രവിയോടും പറയാം. മോള് കൂടി ഇവിടെ ഉണ്ടെങ്കിൽ എനിക്കൊരാശ്വാസമാ. ശരിയമ്മേ. രവിയും ശ്രീലക്ഷ്മിയും വരാൻ സമയമായി. അവരെ സ്വീകരിക്കാനുള്ള കാര്യങ്ങൾ നോക്ക്. ശരിയമ്മേ.
ഫാദറല്ലോ അവരെത്തി. സുകന്യ, ഗോപി, വാ, അവരെത്തി. ഒടുവില് കാത്തിരുന്ന പുതുമണവാളനും മണവാട്ടി എത്തി. കൂടെ ബോഡി ഗാർഡും ഉണ്ട്. ഇനി രവിസാറിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലേ സാറേ? അത് ഞാൻ സമയമാകുമ്പോ അറിയിക്കാം. ചേട്ടായി, ഇനി രാജാറാമനെ അങ്ങ് പിരിച്ചുവിട്ടേക്ക്. അയ്യോ രഘു സാർ, കഞ്ഞൂടി മുട്ടിക്കല്ലേ. ഗോപി, വലതുകാല് വെച്ച് അകത്തേക്ക് വാ മോളെ. അയ്യോ പേടിക്കണ്ട. ശ്രീലക്ഷ്മി ഇനി മുതല് ബ്രദറിൻലോയെ എന്താണ് വിളിക്കാൻ പോകുന്നതെന്ന് കൂടി പറഞ്ഞിട്ട് കേറിയാ മതി. ഞാനോ? അത് രവിസാറ്. ആ, രവിസാറൊക്കെ ഇങ്ങ് ഓഫീസില്, ഇവിടെ എന്ത് വിളിക്കും? അതാ അറിയേണ്ടത്. കേക്കട്ടെ. രേഖേ, മോളെ വിഷമിപ്പിക്കാതെ. അതൊക്കെ ശ്രീലക്ഷ്മി തീരുമാനിക്കും. ആദ്യം അകത്തേക്ക് കയറട്ടെ. ഓക്കെ ഓക്കെ. പാവം എന്നെ വേർക്കുന്നു. വന്നോളൂ. ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് എണീപ്പിച്ചു വിടണമെങ്കിൽ മര്യാദക്ക് ഇരുന്ന് കഴിച്ചോണം. അവന്റെ ഒരു ഉണക്ക് ചിരി. ശ്രീലക്ഷ്മി, സത്യം പറ, ചേട്ടായിക്ക് വിളമ്പിക്കൊടുക്കാനുള്ള നമ്പർ അല്ലായിരുന്നോ എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാമെന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം? അല്ല സർ, എല്ലാവർക്കും വിളമ്പിക്കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. വെരി ഗുഡ്. ഈ വാക്കുകളിലൂടെ ശ്രീലക്ഷ്മി നല്ലൊരു മരുമകളാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു. രേഖ, ഇത് നോക്കി പഠിച്ചോ കേട്ടാ. അതിന് എല്ലാവർക്കും വിളമ്പി കൊടുക്കാൻ ഞാൻ ഇവിടുത്തെ വേലക്കാരിയൊന്നും അല്ലല്ലോ. അല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ വിളമ്പിത്തരാൻ സുകന്യയും ഗോപിയൊക്കെ ഉണ്ടല്ലോ. അതുമല്ല, എനിക്കിതൊന്നും ശീലമില്ല. ശ്രീലക്ഷ്മി ഒരു സാധാരണ വീട്ടിലെ കുട്ടിയല്ലേ, അതുകൊണ്ട് എല്ലാ ജോലിയും ചെയ്ത് ശീലം ഉണ്ടാവും. സോ ഡോണ്ട് കമ്പയർ us. ഇനി രഘുവിന് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി വിളമ്പിത്തരാം. അയ്യോ എന്റെ പൊന്നെ, വേണ്ടേ. മോളെ രേഖ,
വീട്ടിലുള്ളവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വിളമ്പി കൊടുക്കുന്നതിൽ ഒരു കുറച്ചിലുമില്ല. അത് നമ്മുടെ കടമ കൂടിയാ. അത് മോള് മനസ്സിലാക്കണം. ഓ അമ്മ, അനിയത്തിക്കുട്ടിക്ക് ഇതൊന്നും ശീലമില്ല. പെട്ടെന്ന് ശീലങ്ങൾ മാറ്റാൻ പറ്റില്ലല്ലോ. അല്പം സമയം കൊടുത്ത അനിയത്തിക്കുട്ടി ഇതൊക്കെ ശീലിച്ചോളും. കറക്റ്റ് ബ്രദറല്ലോ. ബ്രദറല്ലോ എങ്കിലും എന്നെ മനസ്സിലാക്കിയല്ലോ. എനിക്കും അവസരം താ, ഞാനും ഇതുപോലെ ഒക്കെ ചെയ്യാം. ശ്രീലക്ഷ്മി, തനിക്ക് വേണ്ട സർ, ഞാൻ എല്ലാരും കഴിച്ചിട്ട് കഴിച്ചോളാം. അയ്യോ ശ്രീലക്ഷ്മി, ഭർത്താവ് കഴിക്കുന്ന പ്ലേറ്റിൽ കഴിക്കുന്ന കാലമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇരിക്കണോ, വാ. ഹലോ, അത് കണ്ടോ? ഭാര്യയ്ക്ക് എത്ര സ്നേഹത്തോടെയാ വിളമ്പി കൊടുക്കുന്നെന്ന് നോക്കി. അതിന് താൻ ചോറും ചപ്പാത്തിയൊന്നും അല്ലല്ലോ കഴിക്കുന്നേ. ദേ ഇതല്ലേ, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? പിന്നല്ല. ശ്രീടച്ചൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല സരോജ. മോള് ജനിച്ചതിന് ശേഷം ആദ്യമായിട്ടല്ലേ നമ്മുടെ കൂടെ ഇല്ലാത്തത്. കണ്ണടച്ചാലും അവളുടെ മുഖമാ മുന്നില്. അച്ഛൻ എന്തിനാ വിഷമിക്കുന്നത്? നമുക്ക് ഇടയ്ക്ക് പോയി മോളെ കാണാമല്ലോ. നമ്മളെക്കാൾ സങ്കടം മോൾക്കായിരിക്കും. അവള് 2 ദിവസം കഴിയുമ്പോ നമ്മളെ കാണാനായിട്ട് ഓടിയെത്തും. നോക്കിക്കോ. എടി സരോജം, നീ എന്തിനാ ഇവിടെ പാവിരിച്ച് കിടക്കുന്നത്? മോളുടെ റൂം കിടക്കാല്ലേ? ഇനി മുതൽ നീ അവിടെ കിടക്ക്. അപ്പോ അവള് കൂടെയുണ്ടെന്ന് തോന്നും.